ഹലോ മക്കളെ, ഞാൻ വീണ്ടും വന്നു. സന്ധ്യയായിപ്പോയി. പോയിട്ട് പകല് വീട് ചെയ്യുന്നതൊക്കെ എല്ലാം കാണുന്നില്ലേ? നമുക്ക് രാത്രിയെങ്കിലും കാണാം. രാത്രിയും വേണ്ടേ ഒരു സമയങ്ങൾ. മക്കളെ, 7:30 മണിക്കൊക്കെ ഞാൻ മിറ്റം തൂത്തിട്ട് കയറി വന്നതേ ഉള്ളൂ കേട്ടാ. എന്തായാലും ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കുഞ്ഞെ. പേടിച്ച് സത്യം പറഞ്ഞ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എങ്ങോട്ട് കയറി പോകണമെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. നമ്മുടെ വീടിൻ്റെ തൊട്ടക്കരക്കരയ്ക്ക് പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണ് തേക്ക് വീണ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. 2 മണിക്ക് കറണ്ട് പോയിട്ട് 5:30 കറണ്ട് വന്നപ്പം. എന്തോന്നാ എത്തി നോക്കുന്നത്? ഞാൻ അങ്ങോട്ടാ വരുന്നേ. ചോറൊക്കെ എടുത്തോണ്ട് വരും ഇപ്പം. എൻ്റെ അണ്ണൻ വന്ന് വണ്ടി കഴുകുമായിരുന്നു കേട്ടോ, സ്കൂട്ടി. മക്കളെ, ഇത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. ഒത്തിരി പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് 3 മിനിറ്റൊക്കെ പറ്റത്തുള്ളൂ. ബാക്കി എന്തോ ചെയ്യും? അപ്പുറമൊക്കെ എടുത്തിടാം. യൂട്യൂബിലൊക്കെ കാണണം കേട്ടാ. പിന്നെ ഇന്ന് എനിക്ക് നേരത്തെ താത്ത ഇത്തിരി ചക്ക തന്നു കേട്ടോ. എനിക്ക് തിന്നാൻ തന്നതാ. ഇന്ന് ചീനി ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഇച്ചിരിയേ ഉള്ളൂ. അണ്ണൻ വന്ന് ചോറൊക്കെ തിന്നാണ്ട്. ചക്ക ഉണ്ടെങ്കിൽ നല്ലതല്ലേ. പൊന്നുമക്കളെ, ഇന്ന് മീൻ കിട്ടിയില്ല. അത് വേറൊരു സത്യം. പൈസ വേണ്ടായിരുന്നാ? അല്ല, എപ്പോഴും പറയും ഞാൻ പൈസയുടെ കാര്യം പറഞ്ഞെന്ന്. ഇന്ന് മീൻ മേടിക്കായിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ പൈസ കൊടുത്ത് വിടണമായിരുന്നു. ഇന്ന് ഗ്യാസുകാർ രാവിലെ വിളിച്ച് ഗ്യാസിന് പൈസ കൊടുക്കണമായിരുന്നു. 970 രൂപ. എത്ര? 30 രൂപ. 930 രൂപ ഗ്യാസിന്. ആമ്പിള്ളേർക്ക് ഇത് വല്ലതും അറിയണോ? തള്ളമാർ പറയും മക്കളെ ഗ്യാസ് പിടിക്കാൻ പൈസ തരാൻ പറയും. പിന്നെ അമ്മ ഇന്നലെ ഞാൻ തന്നില്ല. അങ്ങനെയൊന്നും മക്കളവർ പറയരുത്. ഓണത്തിനൊക്കെ പച്ചടിയൊക്കെ വെച്ച് കൂട്ടണ്ടേ? ഗ്യാസ് ഉണ്ടെങ്കിലല്ലേ പറ്റൂ. എപ്പോഴും വേണ്ടേ എൻ്റെ തീയൽ. രാവിലെ ഞാൻ കിഴങ്ങ് ഉള്ളി വെച്ച് തീയൽ വെച്ച് കേട്ടാ. മക്കൾക്ക് വേണോ? പിന്നെ എൻ്റെ ആതിര മോളെയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആവണി മോളെയും, വലിയ കൊച്ചുങ്ങൾ എന്തായാലും 10-25 വയസ്സോ 20 വയസ്സൊക്കെ കാണുമായിരിക്കും. ആദ്യം ഞാൻ പിന്നെ പറയാൻ വിശേഷമുണ്ട് പറയാൻ. കുഞ്ഞുങ്ങളെയൊക്കെ തിരക്കി അമ്മയടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കിയ 2 പേരും കൂടെ വീട്ടിൽ കുത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര രാവിലെ തൊട്ടേ കാറ്റായിരുന്നു. തുണി കഴുകുക 100 വട്ടം അശ എടുത്തോട്ടൊക്കെ അങ്ങ് പോകണമായിരുന്നു പറക്കിയിടാനൊക്കെ. മക്കളെ ദാണ്ട് മോരുകറി. പിന്നെ ഞാൻ ഇന്നലെ കണ്ടൊരു ആദ്യമോൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്നെ തിരക്കിയെന്നും ഞാൻ കുഞ്ഞിനെ തിരക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്ന് ഞാനിവിടെ മോള് 6:45 എൻ്റെ കുഞ്ഞ് വന്നപ്പോൾ. അങ്ങനെ അവളിവിടെ വന്ന് കയറിയപ്പോഴേ ഞാൻ ചെന്നപ്പോൾ ഈ കുളിക്കാനൊക്കെ പോകാനൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴും മക്കളെ സത്യം പറഞ്ഞ എൻ്റെ മോള് പറഞ്ഞത്, അമ്മ ഇന്നലെ എൻ്റെ ആദ്യമോൻ്റെ കാര്യം പറഞ്ഞത്, ആദ്യമോന് ഇതണക്ക് വയ്യാത്ത അമ്മ, കുഞ്ഞിന് ട്യൂബൊക്കെ ഇട്ട് വെച്ചാകുന്നു, കുഞ്ഞിന് 7 വയസ്സുണ്ട്, കുഞ്ഞിങ്ങനെ നടക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. സത്യം പറയാം, എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയി മക്കളെ. നമ്മളെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് ഒരു ജീവിതമാകുമ്പോൾ ഒരു കുഞ്ഞില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ആരുടെയൊക്കെ വായിരിക്കുന്നത് നമ്മൾ കേൾക്കണം. ഭർത്താവ് അപ്പോഴൊക്കെ സ്നേഹമായിരിക്കും. പിന്നെ ഒരു 6-7 മാസം കഴിയുമ്പോൾ പിന്നെ ഭർത്താവ് വായ വരുന്നത് മൊത്തം പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മായിമ്മ, അത് പിന്നെ സ്നേഹമുള്ളവരുണ്ട്, സ്നേഹമില്ലാത്തവരുണ്ട്. അവർ പറയും. പിന്നെ നാത്തൂമാർ പറയും. അവരുടെയൊക്കെ വായിരിക്കുന്നു. അപ്പം നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോൾ അത് അസുഖങ്ങൾ വരും, കുഴപ്പമില്ല. അത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ദൈവം ഇപ്പോൾ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ കുഞ്ഞിന് നിനക്ക് വയ്യാന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വിഷമമായി. എനിക്കെന്തോ ഞാൻ ഇത്തിരി നേരം വീഡിയോ കേട്ട് നിന്നാ ഞാൻ സത്യം പറഞ്ഞാൽ അറിയുന്നത് ആ കുഞ്ഞിന് വയ്യാന്നുള്ളതും. അങ്ങനെ ആ കുഞ്ഞിന് നിനക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നടക്കൂല, ഒരു മോനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മക്കളെ, എനിക്ക് സഹായിച്ചാണ് ഒരു സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ആദ്യ കൂട്ടന് കൊടുക്കണേ. സത്യം പറഞ്ഞാൽ നമ്മളെന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയില്ല ജീവിക്കുന്നത്. 1 സത്യം പറഞ്ഞാൽ 2 3 കൊല്ലം കൊടുത്താല് വളർത്താൻ കൊടുത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ പൊന്നുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാം. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ല മക്കളെ. സത്യം അത് ചില മക്കൾക്ക് അറിയത്തില്ല. ചില മക്കളവരാണെങ്കിൽ തള്ളമാരെ എന്തെല്ലാം പറയുന്നു, അടിക്കുന്നു, കുത്തുന്നു, വെട്ടുന്നു, ചവിട്ടുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ പറയും 3 കല്ലെടുത്ത് വെച്ച് അടപ്പ് കൂട്ടി ഒരു കഞ്ഞിക്കല്ല് അടപ്പ് വയ്ക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട്. സത്യം അത് കല്യാണം കഴിച്ചവരൊക്കെ അതിനെപ്പറ്റിയുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും അറിയത്തുള്ളൂ. സത്യം മക്കളെ, ഞാൻ സത്യം പറയാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി സത്യം പറഞ്ഞാൽ.
അതുകൊണ്ട് പിന്നെ ആദ്യമോൻ്റെ കാര്യം എനിക്ക് ഒത്തിരി ഒത്തിരി വിഷമമായി കേട്ടിട്ട്. മക്കൾ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ഞാൻ ആരെയും ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമുക്ക് വാരിക്കോരി കൊടുക്കാനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സഹായങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു സഹായം അവർക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയും മൊബൈൽ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത് ഞാൻ യൂട്യൂബിലായിട്ട് സത്യം പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അറിയുന്നു. ഇതിൽ വീട്, എൻ്റെ അണ്ണൻ, എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേര്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും. എനിക്ക് അച്ഛനില്ല, 8 വർഷമായി മരിച്ചത്. അതിൻ്റെ ദുഃഖം ഇപ്പോഴും എനിക്ക് അറിയുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ, പിന്നെ ഞാൻ എല്ലാവരും വിളിക്കുകയും പറയുകയും ചെയ്യുന്നത്. നമ്മൾ മനസ്സ് പറഞ്ഞ് ആരെ സ്നേഹിച്ചാലും അവസാനം നമുക്കതൊരു അത് പറയുന്നവർ പറയുക എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ, ദൈവത്തിന് എനിക്കറിയാം. എന്നാലും ഇതുവരെ എന്നെ കുഴി കൊണ്ട് ചാടിച്ചിട്ടില്ല. സത്യമാണ്. അങ്ങനെ പിന്നെ ഞാൻ ശരത്ത് മോനെ അമ്മയെ തിരക്കെന്ന് പറയണം. പിന്നെ ആവണി തുള്ളിച്ചാടിയത് നടക്കരുത്. പിന്നെ ആതിരമോളെ എങ്കിൽ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചില എനിക്ക് നേരത്തെ താത്ത എന്തൊരു ചക്ക വന്ന് ഞാനത് ഇത്തിരി വേവിച്ച്, അത് കഴിഞ്ഞിട്ടാണ് വേറൊരു താത്താൽ അവിടെ നിന്ന് ചക്ക കൊണ്ടുവന്നത്. മക്കൾക്ക് ചക്ക വേണം. ചക്കയൊക്കെ തീർന്നു വന്ന സമയമാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരെ ഇവിടെ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യും. ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒരു ഉപ്പോ മുളകോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേടിക്കത്തില്ലേ. പിന്നെ മിണ്ടാതിരിക്കുന്നവർ മിണ്ടാതങ്ങിരിക്കും. അതൊക്കെ എത്ര നാൾ മിണ്ടാതിരിക്കും. ഇന്ന് കണ്ട എന്തുമാത്രം കാറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ പേടിച്ച് പൊന്നു മക്കളെ. അണ്ണനും ഇല്ലായിരുന്നു, മക്കളും ഇല്ലായിരുന്നു. അതാ നമ്മൾ ഇറങ്ങി പോകുന്നവരെ നമ്മൾ കാത്ത് ഒരു 7-8 മണി വരെയൊക്കെ നമ്മൾ നോക്കി സത്യം പറയാൻ ഇരിക്കും. അത് ആണുങ്ങൾക്ക് പറഞ്ഞാലും അത് മനസ്സിലാവൂല. അവരൊക്കെ ഇതല്ലെങ്കിൽ വേറെ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം. അവളുമാരെയൊക്കെ അടിച്ചു കൊന്ന് കിണറ്റിലും ഇട്ട് പിന്നെ ചാലിലും കൊണ്ടിട്ട് നമ്മളൊക്കെ അവരൊക്കെ പൊന്നുപോലല്ലേ നോക്കുന്നത് മക്കളായാലും. അതുകൊണ്ട് തള്ളയും തന്തേനും ഒന്നും പറയാൻ നിൽക്കരുത്. 10 പൈസ ഉള്ളത് കൊടുക്കണം. ഓണമൊക്കെ വരുന്നത്. എൻ്റെ ആദ്യം മോന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ കൊടുക്കണം. എനിക്ക് ഒത്തിരി സന്തോഷങ്ങളായി എന്നെ ഇങ്ങനെ തിരക്കുന്നതും. പിന്നെ സബ്സ്ക്രൈബ് ലൈക്കും എനിക്കും തരണം. പിന്നെ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ശരി, വെക്കട്ടെ. നമുക്കിനി നാളെ കാണാം.